الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സ്വയബോധ്യത്തോടെ നിങ്ങളെയും ഉണർത്തുകയാണ്. മുസ്ലിം ലോകം ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആഘോഷിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദിൻ്റെ ആശംസകൾ നൽകുകയും അതിൻ്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 18 ലക്ഷത്തോളം ഹാജിമാർ മക്കയിലെത്തുകയും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുകയും ഏതാണ്ട് ഇഹ്റാമിൽ നിന്ന് വിരമിച്ചുകൊണ്ട് അവർ ബാക്കി പൂർത്തിയാക്കാനുള്ള ജംറകളിലെ കല്ലെറിയൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ഇനി കാര്യമായി വിടവാങ്ങൽ തവാഫുൽ വിദാണ് ബാക്കിയുണ്ടാവുക. അത് കഴിഞ്ഞാൽ അവർ ഓരോ സ്വദേശങ്ങളിലേക്കായി മടങ്ങും. ഹജ്ജിന്റെ ഭാഗമല്ലെങ്കിലും മദീന സന്ദർശനം അതിനു മുമ്പ് പൂർത്തിയാക്കാത്തവർ അതുകൂടി കഴിഞ്ഞിട്ടാവും മടങ്ങുക. റാഹത്തോടെയും സന്തോഷത്തോടെയും ഹാജിമാർക്ക് അവരുടെ നാടുകളിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു വിധി കൂട്ടുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ മറ്റൊരു വിഷയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹജ്ജിന്റെയും ബലിപെരുന്നാളിന്റെയും കർമ്മങ്ങളിൽ കൗതുകകരവും ആലോചനാമൃതവുമായ ചില കാര്യങ്ങൾ നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ഖുതുബയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലമയുടെ പ്രാർത്ഥനകളെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. അതിൽ നിന്ന് സാംശീകരിക്കാനുള്ള പാഠങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. സൂറത്തു ശുഅറയിലെ വളരെ പ്രാർത്ഥനകൾ നാം അറിയുകയുണ്ടായി. എനിക്ക് തത്വജ്ഞാനം നൽകണേ, സജ്ജനങ്ങളിൽ പെടുത്തണേ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എന്നെ അപമാനിതനാക്കരുതേ എന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതിനോടൊപ്പം ഒരു പ്രാർത്ഥന പ്രത്യേകം പ്രസ്താവ്യമാണ്. അതിങ്ങനെയാണ്: വജ്അല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. സൂചിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച. അത് പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് സൽകീർത്തി നൽകണേ. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾക്കെല്ലാം അള്ളാഹു ഉത്തരം നൽകിയതായി, മറുപടി നൽകിയതായി വിവിധ സൂറത്തുകളിൽ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. സൂറത്തു മറിയമിൽ വഹബ്നാ ലഹു ഇസ്ഹാഖ വയഖൂബ് വകുല്ലൻ ജഅൽനാ നബിയ്യ എന്നൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്ഹാഖിനെയും ഇസ്മായിലിനെയും നൽകി, അവരെ പ്രവാചകന്മാരാക്കി എന്നൊക്കെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്ന് മേൽപ്പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അള്ളാഹു
സൂറത്തുൽ മറിയമിൽ തന്നെ 50-ാമത്തെ വചനത്തിൽ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ, ഉത്തമമായ സൽകീർത്തി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്ന് പറയുന്നു. ആലോചിച്ചു നോക്കുക, ഇന്ന് ലോകത്തുള്ള ലക്ഷക്കണക്കായ മെമ്പറുകളിൽ ഒരു മെമ്പറിൽ നിന്ന് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പേര് പറയാതെ അവസാനിക്കുന്നില്ല. അറബിയിലായാലും മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും മറ്റേത് ലോകഭാഷകളിലായാലും ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഓരോ ഖുതുബയും ഖതീബുമാർ നിർവഹിക്കുന്നത്. അതുപോലെ എല്ലാ മുസ്ലിങ്ങളും എല്ലാ പ്രാർത്ഥനകളിലും, അതുപോലെ ഇസ്ലാമിക പ്രഭാഷണങ്ങളിൽ, പ്രത്യേക പുണ്യമുള്ള ചില ദിവസങ്ങളിലും സമയങ്ങളിലുമൊക്കെ ഇബ്രാഹിമി സ്വലാത്ത്, ഇബ്രാഹിമിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പ്രകീർത്തനം നിർവഹിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലം പോരാ, ജൂത ക്രൈസ്തവ വിഭാഗങ്ങളടക്കം അബ്രഹാമിനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ അടുത്ത തലമുറക്കാരിലേക്ക്, മക്കളിലേക്ക്, പേരമക്കളിലേക്ക്, പിൽക്കാലക്കാരിലേക്ക് ബാക്കിയാക്കിയ എന്ത് സൽക്കർമ്മങ്ങളുണ്ട് നമ്മളുടേത് എന്ന് ആലോചിക്കാനുള്ള ഒരിടവേളയാണ്. നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടാവും, കൂടെ പണിയെടുത്തവരുണ്ടാവും, അടുത്ത വീട്ടുകാരനുണ്ടാവും, സാധനം വാങ്ങുന്ന കടക്കാരനുണ്ടാവും, യാത്രയിൽ പരിചയപ്പെട്ടവരുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ഒരു സൽക്കർമ്മം അവർക്ക് നമ്മളെക്കുറിച്ച് ഓർക്കാൻ നമ്മൾ ബാക്കി ആക്കിയിട്ടുണ്ടോ എന്നാലോചിക്കേണ്ടതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തേന്മാവ് എന്നൊരു കഥ നിങ്ങൾ കേട്ടിരിക്കും. അത് ഒരു വൃക്ഷത്തെയും ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഷീർ ആ കഥ തുടങ്ങുന്നത്. ഒരു മാമ്പഴം തിന്നുന്നതാണ് രംഗം, ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഈ മാമ്പഴം നമുക്ക് തിന്നാൻ അത്ഭുതകരമായ ഒരു സംഗതിയാണ് അതിനിടക്കുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമുക്ക് തിന്നാൻ അള്ളാഹു ദൈവം നമുക്ക് കനിഞ്ഞരുളിയത് ഒരുപാട് റഹ്മത്തിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ തുടരുന്നത്. എന്നിട്ട് അത് നട്ട കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു വൃദ്ധൻ വഴിയോരത്ത് തളർന്ന് വേനലിൽ ദാഹിച്ചുകൊണ്ട് വലഞ്ഞുകൊണ്ട് കിടക്കുന്നത് കാണുകയാണ് ഒരാൾ. അയാളെ കണ്ടപ്പോ മോനെ വെള്ളം വെള്ളം എന്ന് പറയുകയും അത് കേട്ട ആള് അടുത്ത വീട്ടിലേക്ക് പോയി അവിടുന്ന് ഒരു സ്ത്രീയോട് വെള്ളം വാങ്ങിക്കൊണ്ടുവരികയും അത് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ബഷീർ പറയുന്നത് അത്ഭുതകരമായൊരു പ്രവൃത്തി അദ്ദേഹം അന്നേരം ചെയ്തു എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിയോരത്ത് വാടിത്തളർന്നൊരു മാവിൻ തൈ അതിലേക്ക് ആരോ വലിച്ചെറിഞ്ഞ അണ്ടിയിൽ നിന്നുണ്ടായതാണ്. അതിൽ നിന്ന് വെള്ളം നനയ്ക്കുകയും ബാക്കി പകുതി അദ്ദേഹം കുടിക്കുകയും ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. കഥയുടെ അവസാനം അവർക്ക് ആ രണ്ടുപേരും ആ വെള്ളം വാങ്ങിക്കൊടുത്ത അയാളും സ്ത്രീയും കല്യാണം കഴിച്ച് അവര് വേറൊരു ഭാഗത്തേക്ക് പോയപ്പോ ഈ മാവ് അവിടെ പറിച്ചു നട്ട് ഈ മരിച്ച വൃദ്ധന്റെ പേര് യൂസുഫ് സിദ്ദീഖ് എന്ന പേര് തന്റെ മകനിട്ടുകൊണ്ട് കഥ അന്ത്യത്തിലേക്ക് നടക്കുന്നതാണ് സന്ദർഭം. ഇതൊരു സൽപ്രവർത്തിയാണല്ലോ, ഒരു വാടിത്തളർന്ന മാവിന് വെള്ളമൊഴിക്കുക എന്നത്. ഇങ്ങനെ നമ്മുടെ പേര് പറയണമെന്നില്ല, നമ്മുടെ പേര് അറിയണമെന്നില്ല, എന്തെങ്കിലും ഒരു സൽക്കർമ്മം നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ. ഒരു നായക്ക്, ദാഹിക്കുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേര് സ്വർഗത്തിലായ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ പേര് അറിയാം. എത്രയെത്ര പ്രഭാഷണങ്ങളിലാണ് നമ്മളത് കേട്ടത്. ആ സൽക്കർമ്മത്തിന്റെ കീർത്തി ഇവിടെ നിലനിൽക്കുന്ന ആലോചിക്കുക. അതുപോലെ മുവത്ത, മാലിക് ബിൻ അനസിന്റെ കിതാബാണ്, ആദ്യത്തെ ഹദീസ് സമാഹാരമാണ്. അദ്ദേഹം ഹദീസ് സമാഹരിച്ചുകൊണ്ട് മുവത്ത എന്ന ഗ്രന്ഥം പുറത്തിറക്കിയപ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് ഹദീസ് സമാഹാരങ്ങൾ ഇറങ്ങി. അവയ്ക്കൊക്കെ മുവത്ത എന്ന് പേരിടുകയും ചെയ്തു. അങ്ങനെ പേരിട്ടപ്പോ ഒരാൾ ചോദിക്കുന്നുണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട്, ഇതിൽ നിന്ന് നിങ്ങളെ മുവത്ത എങ്ങനെയാണ് തിരിച്ചറിയുക? അതിന് ഇമാം മാലിക് പറഞ്ഞ ഒരു മറുപടി, മാ കാന ലില്ലാഹി ബഖിയ, അള്ളാഹുവിന് വേണ്ടി ചെയ്തത് ഇവിടെ ബാക്കിയാവും, അതിജീവിക്കും. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്, മുവത്ത എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ ആലോചിക്കുക ആ മാലിക്കിന്റെ മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥത്തെ കുറിച്ചാണ്.
ഇനി ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒന്നാമതായി ഹാജിമാർ അവിടെ ചെന്നാൽ ചെയ്യുക ഉംറയാണല്ലോ. ആ ഉംറയിൽ തവാഫാണ് ആദ്യം നിർവഹിക്കുക. ഒരു കെട്ടിടത്തിന് 7 തവണ ഇങ്ങനെ അടച്ചുറ്റുക. ആദ്യത്തെ 3 ചുറ്റലിൽ പുരുഷന്മാർ വലത് കക്ഷം കാണിച്ചുകൊണ്ട് മേൽവസ്ത്രം മാറ്റിയിടണം. എന്നിട്ട് നമ്മൾ പൂണൂലൊക്കെ ധരിക്കല്ലോ, പൂണൂല് ധരിക്കൽ എങ്ങനെയാണ്? വലത് കക്ഷം ഇങ്ങനെ, അതിന്റെ എവിടെയോ ഇങ്ങനത്തെ ആശയങ്ങൾ ബന്ധിതമായിരിക്കുന്നു എന്ന് തോന്നിപ്പോവുകയാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ. ഏതായാലും ഈ ചുറ്റുന്ന കെട്ടിടത്തിൽ ഒരു പ്രതിഷ്ഠയുമില്ല. ആ കെട്ടിടത്തെ ഈ ചുറ്റുന്നവർ ആരാധിക്കുന്നില്ല, അതിന് ദിവ്യത്വം കൽപ്പിക്കുന്നില്ല. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മുടെ ബുദ്ധിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കർത്തവ്യമാണ് അവർ നിർവഹിക്കുന്നത്. ആ കെട്ടിടത്തിന്റെ പുണ്യം കിട്ടാനല്ല, ആ കെട്ടിടത്തിന്റെ, ആ ഭവനത്തിന്റെ ഉടമസ്ഥനെയാണ് ആരാധിക്കുന്നത്. അതുപോലെ തവാഫ് തുടങ്ങുമ്പോൾ വലതു കൈ കഅബക്ക് നേരെ വെച്ചുകൊണ്ട് അതിനോടെന്തെങ്കിലും പറയുകയല്ല, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നാണ് പറയുന്നത്. ഒരു കല്ലിന്റെ അടുത്ത് നിന്നാണല്ലോ ഇത് തുടങ്ങുക. ഒരു കറുത്ത കല്ല്, ഹജറുൽ അസ്വദ്, അതിന്റെ നേരെ നിന്ന് തവാഫ് തുടങ്ങുമ്പോൾ ആ കല്ലിനോടല്ല പറയുന്നത് ബിസ്മില്ല, അള്ളാഹുവിന്റെ പേര്, അല്ലാഹു അക്ബർ, അവനാണ് വലിയവൻ. നമ്മൾ ഉളിഹത്ത് നിർവഹിക്കുമ്പോ, മൃഗത്തറക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നാണ് പറയുന്നത്. ആ കല്ലിനെ ചുംബിക്കുകയോ സ്പർശിക്കുകയോ വേണം എന്നാണ് സുന്നത്ത്. എന്നാൽ അതിനുവേണ്ടി തിക്കിത്തിരക്ക് ആളുകളെ ബുദ്ധിമുട്ടിക്കൽ ഹറാമായതുകൊണ്ടാണ് പലരും ദൂരെ നിന്ന് കൈ ഉയർത്തി കാണിക്കുന്നത്. ആ കല്ലിന് ദിവ്യശക്തി ഉണ്ടാകുന്ന വിചാരിക്കുന്നേയില്ല. കല്ലിനോ കഅബക്കോ ദിവ്യശക്തി ഉണ്ടെന്ന്, ദൈവികതയുണ്ടെന്ന് വിചാരിച്ചാൽ ആ മുഴുവൻ ബാത്തിലായി പോയി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഇന്നി അഅലമു അന്നക ഹജറുൻ, നീ ഒരു വെറും കല്ലാണെന്ന് എനിക്കറിയാം. ലാ തർറു വലാ തൻഫഉ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത ഒരു വെറും കല്ലാണ് നീ എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു തവാഫ് ആരംഭിക്കുന്നത്. വലൗലാ അന്നീ റഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യുകബ്ബിലുക മാ ഖബ്ബൽതുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. അപ്പൊ അതാണ്, ആ ഒരു കല്ലിനെ അടിസ്ഥാനപ്പെടുത്തി തവാഫ് തുടങ്ങുമ്പോൾ നമ്മൾ ആ കല്ലിനൊരു ദിവ്യത്വവും കൽപ്പിക്കുന്നില്ല. തവാഫ് കഴിഞ്ഞ് പിന്നീടുള്ള കർമ്മം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന ആ കല്ലിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുകയാണ്, ആ ഇടത്തിന് പിന്നിൽ നിന്ന് നമസ്കരിക്കുകയാണ്. അതിനോടൊരു ദിവ്യത്വവും തോന്നുന്നില്ല. അവിടെ 2 റക്അത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കണം. ആ നമസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദുമാണ്, ഇഖ്ലാസുമാണ് ഓതുന്നത്. എന്താണ് ഇഖ്ലാസിൽ പറയുന്നത്? അല്ലാഹു ഏകനാണ്, അവൻ പരാശ്രയ മുക്തനാണ്, അവന് തുല്യനായ ആരുമില്ല, അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. അള്ളാഹുവിൽ ആരാധന ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. തുടർന്ന് നാം സൂചിപ്പിച്ചാൽ നമുക്കറിയാം, അതിന് ശേഷമുള്ളത് സഅയാണ്. ഹാജറ തന്റെ കുഞ്ഞിന് വേണ്ടി ഓടിയ, വെള്ളത്തിന് വേണ്ടി ഓടിയ ആ സ്ഥലത്ത് 7 പ്രാവശ്യം സഅയ് നിർവഹിക്കണം, സഫായുടെയും മർവായുടെയും ഇടയ്ക്ക്. പുരുഷന്മാർ ധൃതിയിൽ നടക്കേണ്ട, ഓടേണ്ട ചില സ്ഥലങ്ങൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയാണ് ഓടിയത്, പക്ഷേ സ്ത്രീകൾ ഓടേണ്ടതില്ല, പുരുഷനാണ് ഓടേണ്ടത്. അടിമയായ, വിദേശിയായ, കറുത്തവളായ ആ അടിമപ്പെണ്ണ് ഒരു മഹത്വവുമില്ലെന്ന്, പതിതാവസ്ഥയാണെന്ന് നമ്മൾ കരുതുന്ന, അധമത്വമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ പെണ്ണ് ഓടിയ സ്ഥലത്ത്, ആ ട്രാക്കിൽ ഖിയാമം നാൾ വരെ രാജാക്കന്മാർ മുഴുവൻ ഓടണം. നമുക്ക് ഇതൊന്നും അത്ര അതിലിപ്പോ എന്താണെന്ന് ചോദിക്കും. പക്ഷെ ഒരു കറുത്തവന്, ഒരു കറുത്ത അടിമയായ അല്ലെങ്കിൽ നീഗ്രോ പോലെയുള്ള അങ്ങനെ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റായ ഒരാൾക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും
അവന് വരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. എന്നെ പോലെ കറുത്തിരുണ്ട ഒരു പെണ്ണ് ഓടിയ സ്ഥലത്ത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ആളുകളെ കൊണ്ട് ഓടിപ്പിക്കുന്നു. അവന് വരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതുപോലെ കറുത്ത കല്ലിനെ ഏത് ചക്രവർത്തിയും മുത്തണം, അവിടെയും അവന് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. കുറച്ചു മുമ്പ് കേരളത്തില് നമ്മൾ മനസ്സിലാക്കിയ സൈബീരിയൻ അത്ലറ്റുകൾ ഇവിടെ വന്നപ്പോ നിറത്തിന്റെ പേരിൽ അവഹേളിക്കപ്പെട്ടത്. അതുപോലെ അല്പം മുമ്പാണ് ഒരു IAS ഉദ്യോഗസ്ഥ, ഉന്നത ബ്യൂറോക്രാറ്റ് ആയിരുന്നിട്ടും നിറത്തിന്റെ പേരിൽ അപമാനം സഹിക്കേണ്ടി വന്നതൊക്കെ നമ്മൾ അറിയുന്നതാണ്. ഇനി ഹജ്ജ് തുടങ്ങിയാലോ? ഹജ്ജ് തുടങ്ങിയാൽ താമസിക്കുന്ന കെട്ടിടത്തിൽ മക്കയിൽ നിന്ന് ഹാജിമാരെല്ലാം കെട്ടിടങ്ങളൊന്നുമില്ലാത്ത മിനയിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് ടെന്റിൽ താമസിക്കുന്നു. ഓരോ നിസ്കാരവും അതാതിന്റെ സമയത്ത് ഖസ്റായിക്കൊണ്ട് നിർവഹിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരിടത്തേക്ക് പകൽ മുഴുവൻ പ്രാർത്ഥനയിൽ അറഫയിൽ അവർ എത്തിച്ചേരുന്നു. ആലോചിച്ച് നോക്കുക, എല്ലാ ഹാജിമാരും 18 ലക്ഷം ഹാജിമാർ എത്ര ഭാഷകളിലായിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവുക. എന്തെല്ലാം പ്രശ്നങ്ങളാണ്, ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, പാപമോചന തേട്ടങ്ങളാണ് അവരിൽ നിന്ന് ഉയർന്നിട്ടുണ്ടാവുക. ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കണം ആ സന്ദർഭത്തിന്റെ മഹത്വം. തൊട്ടപ്പുറം നമ്മുടെ ഇണയുണ്ടാവാം, പക്ഷേ ഹാജി അത് ആലോചിക്കുന്നില്ല. ഓരോ ഹാജിയും ഇലാഹും മാത്രം, അവരുടെ ഇടയിൽ ഒന്നുമില്ല. തൊട്ടടുത്ത് ഇണ പ്രാർത്ഥിക്കുന്നത് വേറെ, അവളുടേതായ ആവശ്യങ്ങൾ, അവന്റേതായ ആവശ്യങ്ങൾ. ഇങ്ങനെ ഒരു രംഗം. മഗ്‌രിബ് കഴിഞ്ഞിട്ട് അവിടുന്ന് പോണം, പക്ഷെ മഗ്‌രിബ് അവിടെ നിസ്കരിക്കാൻ പറ്റൂല. അവിടുന്ന് മുസ്തലിഫയിലേക്ക് പോകുന്നു. അവിടെ ടെന്റ് പോലും ഇല്ല. അവിടെ ചരൽക്കല്ലിൽ കിടന്നിറങ്ങുകയാണ്. അവിടെ ചെന്നിട്ടാണ് മഗ്‌രിബ് ഇശായും നമസ്കരിക്കുന്നത്. എന്നിട്ട് ആ ചരൽക്കല്ലിൽ കിടന്നുറങ്ങുന്നു. പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയവർ, ഈസി സ്ലീപ്പിന്റെ കിടക്കയിൽ കിടന്നുറങ്ങിയവർ, എല്ലാ സൗകര്യങ്ങളോടെയും മേസിയിലും ഒക്കെ കിടന്നുറങ്ങുക. അവിടെ എത്തി ആ ചരൽക്കല്ലിൽ കിടന്നുറങ്ങുന്നു. മനുഷ്യൻ നിസ്സാരനാകുന്ന ആകാശത്തിന് മുകളിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആകാശത്തിന് കീഴെ അവൻ കിടന്നു. പക്ഷെ ഉറങ്ങിപ്പോകട്ടോ. ഒന്ന്, ഈ യാത്രയിൽ ക്ഷീണമുണ്ടാവും. 2, അതിന്റെ തൊട്ടു മുമ്പ് പകലിൽ സംഭവിച്ചതെന്താ? നമ്മുടെ ഹൃദയഭാരങ്ങളെല്ലാം അറഫയിൽ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ടുണ്ടാകുന്ന നിർവൃതിയോടുകൂടി ആ മുസ്തലിഫയിൽ അവൻ ഉറങ്ങുന്നു. അതിനുശേഷം പിറ്റേന്ന് കല്ലെറിയൽ, ജംറയിൽ, അതിന് പ്രത്യേക വലിപ്പം. ആ കല്ല് വലിപ്പം കൂടിയ ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇടക്കം ഓർക്കണം. മതത്തിൽ അതിര് കവിയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. എല്ലാറ്റിനും ഒരു ക്രമമുണ്ട്. ഇങ്ങനെ ഇതിനൊക്കെ മുമ്പ് ഹജ്ജിൽ പ്രവേശിക്കുമ്പോൾ ഇഹ്റാമിൽ തന്നെ നോക്കുക, പുണ്യമുള്ള വിവാഹം അതിനുശേഷം പറ്റില്ല. വൃത്തിയുടെ ഭാഗമായി നമ്മൾ കാണുന്ന നഖംവെട്ടൽ അതിനുശേഷം പാടില്ല. അഭികാമയമായ സുഗന്ധം അരുത്. സ്ത്രീയും പുരുഷനും കൂടിക്കലർന്നിട്ടാണ് തവാഫ് നിർവഹിക്കുന്നത്, പക്ഷേ സ്ത്രീ മുഖം മൂടാൻ പാടില്ല. ഇങ്ങനെ ശീലങ്ങളിൽ നിന്നെല്ലാം മാറി നടന്ന് സാമാന്യ യുക്തി കൊണ്ട് അളക്കാൻ കഴിയാത്ത, ആലോചിച്ചാൽ ഉത്തരം കിട്ടാത്ത കർമ്മങ്ങളിലൂടെയാണ് ഹജ്ജാജിമാരെ അള്ളാഹു വഴി നടത്തുന്നത്. സമ്പൂർണമായ സമർപ്പണമാണ് അവിടെയൊക്കെ ഉറപ്പുവരുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു, ഞാൻ അംഗീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കർമ്മവും കാണിക്കുമ്പോൾ ഖുദൂ അന്നീ മനാസിക്കക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ചത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക. നബി ചെയ്തു, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അതിനപ്പുറം അതിനൊരു യുക്തിബോധമില്ല. ഇനി ഇഹ്റാമിന്റെ വേഷമോ, എല്ലാവരും ഒരേ വേഷം. ഉടി തുണിക്ക് മറുതുണിയില്ലാത്ത ഫക്കീറിന്റെ വേഷം. കൊട്ടിലിൽ കിടന്നവനും കൊട്ടാരത്തിൽ കിടന്നവനും, പണക്കാരനും പണിക്കാരനും, കറുത്തവനും വെളുത്തവനും ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ അവിടെ എങ്ങാൻ ഒരു അനുവാദം നൽകുകയാണെങ്കിൽ, അത്യാവശ്യം സൗകര്യമുള്ളവരാണല്ലോ ഹജ്ജിന് പോവുക. ലോകത്തെ ഏറ്റവും വലിയ ഫാഷൻ പരേഡ് ഒരു പക്ഷേ അവിടെയാകുമായിരുന്നു. ഇല്ല, അതൊക്കെ ഒഴിവാക്കി നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോ, ഒരു ഫംഗ്ഷൻ, ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോ
നമ്മുടെ പദവിയും ഡിഗ്നിറ്റിയും ഒക്കെ അനുസരിച്ചുള്ള വസ്ത്രമാണല്ലോ നമ്മൾ ധരിക്കുക. അതൊന്നുമില്ല. വേഷം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതിയുമില്ല. വേടൻ പാടിയിട്ടില്ലല്ലോ, ഞാൻ പുലയനോ പറയണോ അല്ല, നീ തമ്പ്രാനുമല്ല എന്ന് വേടൻ പാടിയതുപോലെ എല്ലാവരും സമം. അലങ്കാരത്തിന്റെയും പദവിയുടെയും അലങ്കാര വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് ലാളിത്യത്തിന്റെ നാളെ അന്ത്യയാത്രയിൽ മയ്യത്തിനെ പൊതിയുന്ന കഫം പുടവയെ ഓർമ്മിപ്പിക്കുന്ന വസ്ത്രം. ഇഹ്റാമിൽ മരിച്ചാലും അതേ വസ്ത്രത്തിലാണല്ലോ മറമാടേണ്ടത്. നബിയുടെ കാലത്ത് ഒരു സഹാബി ഒട്ടകത്തിന്റെ ചവിട്ടേറ്റ് ഇഹ്റാമിലായിക്കെ മരിച്ചപ്പോൾ കഫ്നു ഫീ സൗബിഹി, അവന്റെ അതേ വസ്ത്രത്തിൽ നിങ്ങൾ മറമാടുക, മുഖം മറക്കേണ്ടതില്ല, തല മറക്കരുത്. തീർച്ചയായും അന്ത്യനാളിൽ തൽബിയത്ത് ചൊല്ലുന്നതിനായി അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, കൗതുകരം, ആലോചനാമൃതമായ കാര്യങ്ങൾ. ഇത്രയധികം ആളുകൾ കൂടുന്നിടത്ത് ഒരു നേർച്ചക്കുറ്റി പോലെയുള്ള ഒരു പെട്ടി പൈസ ഇടാൻ വെക്കുകയാണെങ്കിൽ എത്ര പൈസ കൂടും? അവിടെ ഒരു നേർച്ചക്കുറ്റി പോലും ഇല്ല. തൗഹീദാണ് പ്രധാനം. ഹാജിമാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തൽബിയത്തിലും നാം ഉയർത്തുന്ന തക്ബീറിലും ഒക്കെ അതാണുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ ആബാലവൃദ്ധം ജനതകൾ ഈദ്ഗാഹുകളിൽ ഋതുമതികൾ അടക്കം വസ്ത്രമില്ലാത്തവർ കടം വാങ്ങി വരണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ അവർ ഉദ്ഘോഷിച്ചു. അവിടെ ഈദിനെ കുറിച്ചാണെന്ന് പറയപ്പെടുന്ന സൂചിക്കപ്പെടുന്ന ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ നിങ്ങളെ ഹിദായത്തിലാക്കിയത് അല്ലാഹു അക്ബർ എന്ന് പറയാനാണ്. എന്താണ് ഈ അല്ലാഹു അക്ബർ? നമ്മളൊരു ഉയരത്തിലെത്തിയാൽ, ഒരു IAS പോലെ ഉയർന്ന പദവികൾ നേടിയാൽ, പണം സമ്പാദിച്ച് പണക്കാരനായൊക്കെ ഞാനല്ല ഇതൊന്നും നേടിയത്, ഇതിനൊക്കെ ഉന്നതിയിൽ അല്ലാഹു ആണ്, എന്റെ മേന്മയല്ല. ആരാണ് വലിയവൻ എന്ന് കാട്ടിക്കൂട്ടാനുള്ള കാര്യങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ചിലർ മോദി കാണിച്ച് ലോകരാജ്യങ്ങൾ ചുറ്റിയടുത്ത് പരമോന്നത പട്ടം വാങ്ങുകയാണ് പല രാജ്യങ്ങളിൽ നിന്നും. ലോക പോലീസ് ചമയുന്നവർ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ സ്വന്തം രാജ്യവുമായ ഒരു അതിർത്തി പോലുമുള്ള രാജ്യങ്ങളെ ആക്രമിക്കുകയാണ്. ബലിപെരുന്നാൾ ദിവസം പോലും നമ്മൾ ലബനാനിൽ ആക്രമിച്ചത് നമ്മൾ വായിച്ചു. ഇസ്രായേൽ എന്ന തമ്മാടി രാഷ്ട്രം. ഈ ചുറ്റുപാടിൽ ആരും വലിയവരല്ല. ആയുസിനും അഹങ്കാരത്തിനും ഒരു ഒടുക്കമുണ്ട്. ഇവിടെ നല്ലവനായി ജീവിക്കുക എന്നുള്ളതാണ് കരണീയം. വലിയവനും അജയ്യനും അള്ളാഹു മാത്രമാണ് എന്ന് ഉദ്ഘോഷിക്കുകയാണ് അള്ളാഹു അക്ബറിലൂടെ. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ വിചിത്രമാണ്. തവിടുപൊടിയായ കെട്ടിടങ്ങൾക്കിടയിൽ ഗസയിൽ അവർ ഈദിന്റെ പ്രാർത്ഥന നിർവഹിക്കുന്നത് നമ്മൾ കണ്ടു. ആ ഈമാൻ കണ്ടിട്ട് മേഗൻ റൈസ്, അമേരിക്കൻ ആക്ടിവിസ്റ്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മേഗൻ റൈസ് ആ മൃതദേഹങ്ങൾ, അന്ന് കുട്ടികൾ മൃതദേഹങ്ങൾ കൈപ്പിടിച്ചുകൊണ്ട് മാതാക്കൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് കേട്ട്, ഷഹാദത്ത് തന്റെ മകൾക്ക് നൽകിയ പിഞ്ചോമനക്ക് നൽകിയതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് കേട്ട് ഇസ്ലാം പഠിക്കാൻ തുടങ്ങിയതാണ്. ഖുർആൻ പഠിച്ചു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ആ വിലയിരുത്തലുകൾ വൈറലായി. ഇന്റർനാഷണൽ ബുക്ക് ക്ലബ്ബ് എന്നൊരു സംഗതി അവർ തുടങ്ങി. സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച്, നീതിയെക്കുറിച്ചുള്ള ഖുർആൻ പുസ്തകങ്ങൾ അവർ ഇരുത്തി ചിന്തിപ്പിച്ചു. അവർ മുസ്ലിമായി 2023 നവംബറിൽ ഈ ഈമാനിനെ തിരിച്ചറിയുക, ഖുർആനുമായി അടുക്കുക. ഇതൊന്നും ഓർക്കാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ ബിരിയാണി വയ്ക്കലല്ല പെരുന്നാള്, വിരുന്ന് നടത്തലല്ല പെരുന്നാള് എന്ന് ഓർക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الناس أوصيكم ثانيا بتقوى الله. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് നിർത്തുകയാണ്. നമ്മൾ ക്രിസ്മസിന് 390 കോടിയുടെ പടക്കം പൊട്ടിച്ച പട്ടയടിച്ചതിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഓണത്തിന് 790 കോടിയുടെ
ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നടന്നത്. എന്നാൽ അതിനേക്കാൾ തിളക്കം ഈ ദിവസങ്ങളിൽ 500 കോടി മൂല്യമുള്ള മാംസമാണ് നമ്മൾ വിതരണം ചെയ്തത് കേരളത്തിൽ മാത്രം. ഒരു അറിയിപ്പുമില്ലാതെ അതെങ്ങനെ സുഗമമായി നടക്കുകയാണ്. അപ്പോ ഇതിന്റെയൊക്കെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നാലോചിക്കുക, സ്വന്തം മകനെ അറുക്കാൻ കൽപ്പിച്ച ഇബ്രാഹിം നബി ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ടല്ലോ, മോനെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ശരിക്കും ഇബ്രാഹിം നബിക്ക് ഓപ്ഷൻ ഇല്ലല്ലോ, അള്ളാഹു ആണ് കൽപ്പിച്ചത്, എന്തായാലും ചെയ്യണം. പക്ഷേ ഹാജറയുടെയും ഇബ്രാഹിമിന്റെയും തർബിയത്ത്, മകനെ അതുവരെ പോറ്റിയത്, അവൻ എന്താണ് പറയുക എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സ്കൂളുകളും മദ്രസകളും തുറക്കുന്ന സമയമാണ്. ഈ തർബിയത്തിനുള്ളതാണ് മദ്രസ. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഴക്കാലം വരികയാണ്. അതിനോടൊപ്പം പകർച്ചവ്യാധികൾ ABC എന്നൊക്കെ പേരിട്ട്, H1N1 എന്നൊക്കെ ഇംഗ്ലീഷിലും അക്കങ്ങളിലും ഒക്കെ പേരിട്ടുകൊണ്ട് എബോള, ഷിഗല്ല എന്ന് തുടങ്ങി മനുഷ്യന്റെ അഹന്തയെ ഓർമ്മിപ്പിക്കുമാറ് ഹന്ത വൈറസ് വരെ സജീവമായിരിക്കുന്നു. കൊതുകജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഓടകളും വഴിയോരങ്ങളും വീടിലെ ടെറസുകളും വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ വൃത്തിയാക്കണമെന്ന് സൂചിപ്പിക്കപ്പെടുന്നു. അധികാരികളിൽ നിന്ന് അറിയിപ്പുണ്ടാവുന്നു. വൃത്തിവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച നമ്മൾ അതൊക്കെ ചെയ്തുകൊണ്ട് ആ ഡ്രൈഡേയുടെയും അങ്ങനെയുള്ള വൃത്തിയുടെ പരിപാലനത്തിന്റെയും ആളുകളാവേണ്ടതുണ്ട്. ഇനി അറഫാ ദിനം. ഈ അറഫാ ദിനത്തിൽ നിമിറ പള്ളിയിലും പരിസരത്തുമായി അറഫയിൽ കൂടിയ ലക്ഷങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് മസ്ജിദ് നബവിയിലെ ഇമാമായ ഷെയ്ഖ് ഡോക്ടർ അലയ്യിബ്നു അബ്ദുറഹിമാൻ അൽ ഹുദൈഫി പറഞ്ഞ ചില കാര്യങ്ങൾ, അതിന്റെ സംഗ്രഹം ചുരുക്കം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമതായി തഖ്വയോടുകൂടി ജീവിക്കണം എന്നാണ് സൂറത്തുൽ ഹജ്ജിലെ 1-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം. അന്ത്യപ്രകമ്പനം അത് ഭയങ്കരമായ ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് പരലോക ജീവിതത്തിന് ഒരുങ്ങുക എന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. തുടർന്ന് സൂറത്തുൽ ഹജ്ജിലെ 6-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് അള്ളാഹു സത്യമായുള്ളവനാണ്, അവൻ മരിച്ചവരെ ജീവിപ്പിക്കും, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇങ്ങനെ പരലോക യാത്രക്കൊരുങ്ങാൻ വേണ്ടി നാം ആദ്യമായി ചെയ്യേണ്ടത് മർമ്മപ്രധാനമായി തൗഹീദ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. സ്വർഗം ലഭിക്കാൻ, പരലോകത്ത് രക്ഷപ്പെടാൻ മുവഹിദാവണം, തൗഹീദ് ഉൾക്കൊള്ളണം എന്നാണ് അദ്ദേഹം ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മല്ലാ യദുർറുഹു വലാ യൻഫഉ. ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഫകഅന്നമാ ഖറ മിനസ് സമായി എന്ന് തുടങ്ങിക്കൊണ്ട് സൂറത്തുൽ ഹജ്ജിൽ 31-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഈ അള്ളാഹുവിൽ നിന്ന് വിട്ടവൻ, ആകാശത്തിൽ നിന്ന് വിട്ടവനെ പോലെയാണ്. അവനെ പക്ഷികൾ ലാഞ്ചിക്കൊണ്ടുപോകും, കാറ്റ് എവിടെയോ കൊണ്ടുപോയിടും. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞവൻ മറ്റുള്ളവരെ ആരാധിക്കുന്നതിന് എവിടെയോ ചെന്ന് പതിക്കും എന്ന് ഇമാം ഉത്ബോധിപ്പിച്ചു. അതുപോലെ ഇസ്ലാമിലെ അർക്കാനുകൾ, നിഷ്ഠകൾ, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ അതിലൊക്കെ നിഷ്ഠ പുലർത്താൻ അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. ഇങ്ങനെ ചെയ്യുന്നവർ, സൂക്ഷിക്കുന്നവർക്ക് പടച്ചവനെ കുറിച്ചുള്ള ബോധവും പരലോക ഭയവും അനിവാര്യമാണ് എന്നും അദ്ദേഹം ഉണർത്തുകയുണ്ടായി. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, സൂറത്തുർ റഹ്മാനിലെ ആയത്ത് അദ്ദേഹം ഓതി. അങ്ങനെയുള്ളവർക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ട്. ഇതിനൊക്കെ ക്ഷമയും സഹനവും അനിവാര്യമാണ്. ഹജ്ജിലെ ത്യാഗപരിശ്രമങ്ങൾക്കും ഇതൊക്കെ വേണം. അങ്ങനെയുള്ളവർക്ക് പരിപൂർണമായ വിജയമുണ്ട്. ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ അള്ളാഹു നൽകും. നമുക്ക് ഇങ്ങനെ നന്നായി ഇബാദത്ത് ചെയ്യാൻ കഴിയണം. കഴിഞ്ഞതിന് അള്ളാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ അള്ളാഹു പിടികൂടും എന്നൊക്കെ ഇമാം ഉണർത്തി. ഹജ്ജില് അറഫയിൽ ഒരുമിച്ച് കൂടിയതിന്റെയും അറഫയുടെ മഹത്വവും അദ്ദേഹം പറഞ്ഞു. ഈ ഒരുമിച്ച് കൂടൽ പ്രഖ്യാപിക്കുന്നത് തൗഹീദാണെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. വിശ്വാസികൾ പരസ്പരം അറിയാനും സ്നേഹം പുതുക്കാനും ഐക്യപ്പെടാനും ഈ ഹജ്ജിന്റെ ഒരുമിച്ച് കൂടൽ നിമിത്തമാവുന്നുണ്ട് എന്നും ഉത്ബോധിപ്പിക്കുകയുണ്ടായി. വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവർ ഏകോദര സഹോദരന്മാർ പോലെ അവിടെ കഴിയുന്നു.
ഇതുപോലൊരു സംഗമത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറദിതു ലക്കും ഇസ്ലാമ ദീന, ഇസ്ലാം ദീൻ നമുക്ക് വേണ്ടി തൃപ്തിപ്പെട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് പൂർത്തിയാക്കിയത് എന്നും പറയുകയുണ്ടായി. വിശ്വാസികളായ നമ്മുടെ ബാധ്യത അതുകൊണ്ട് ഖുർആൻ അംഗീകരിക്കുകയും പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുകയുമാണ്. ഹജ്ജിലെ ഓരോ കർമ്മങ്ങളിലും തവാഫും മിനായും ഒക്കെ നമുക്ക് അതാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ വിശ്വാസികൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. ലോക ജനതയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്കും പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും പ്രയാസപ്പെടുന്ന സഹോദരന്മാരെ എല്ലാ നിലക്കുമുള്ള ആശ്വാസവും അനുഗ്രഹവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹാജിമാരുടെ കർമ്മങ്ങളും പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാടിനെ സുരക്ഷിതവും സമാധാനപൂർണവുമാക്കട്ടെ. പീഡനവും മർദ്ദനവും ഏറ്റുവാങ്ങുന്ന അനീതിയുടെ ഇരകളാകുന്ന എല്ലാവർക്കും ലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇങ്ങനെ ഹജ്ജിന് പോവാൻ ആഗ്രഹിച്ചും വരാൻ ആഗ്രഹിച്ചിട്ടും കഴിയാത്തവരുണ്ട്. വളരെ പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ നല്ല സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും പാപങ്ങൾ പുറത്തു നൽകുകയും ചെയ്യട്ടെ.